കോഴിക്കോട് ജില്ലയിൽ ഏറെ രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് എലത്തൂർ. അതെന്തുകൊണ്ടാണെന്നാൽ കഴിഞ്ഞ 15 വർഷമായി ആ മണ്ഡലത്തെ പ്രതികരിച്ചത് AK ശശീന്ദ്രനാണ്. 2 തവണ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം ക്ലോക്ക് ചിഹ്നമാണ്. എന്നാൽ ഇത്തവണ NCPയുടെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ശശിയേട്ടൻ രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ഉണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും മറ്റും ചോദിച്ചറിയാം. നമസ്കാരം. എന്താണ് എലത്തൂർ മണ്ഡലത്തിൻ്റെ പുതിയ ചിത്രം? എലത്തൂർ മണ്ഡലത്തെ പറയുകയാണെങ്കിൽ ഇതുവരെ 15 വർഷത്തോളമായി അദ്ദേഹം MLAയും 2 പ്രാവശ്യം മന്ത്രിയായിട്ടുണ്ട്. ഇതുവരെ ആ മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ജനങ്ങൾക്ക് ഇദ്ദേഹത്തിനോട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് കേൾക്കുന്നത്. എന്തായാലും ഈ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടും, അത് സംശയം വേണ്ട. ജനങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി എന്ന നിലക്കുള്ള ആത്മവിശ്വാസം അങ്ങനെയാണ്. ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും നമുക്കുള്ള പ്രോത്സാഹനം ജനങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ എന്നെ നിൽക്കണം, നിങ്ങൾ ജയിക്കും തന്നെ അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തോൽക്കുന്ന മന്ത്രിയായിരിക്കും AK ശശീന്ദ്രൻ. ഉറപ്പായിട്ടും, യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ NCPയുടെ തലത്തിൽ തന്നെ നേരത്തെ അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കരുതെന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് അവർ തമ്മിലുള്ള പാർട്ടിക്കാർ തമ്മിലുള്ള ഞങ്ങൾക്ക് യഥാർത്ഥ ചിഹ്നം ക്ലോക്കുകൾ ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ ആ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പാർട്ടിയുടെ വളർക്കൂട് എങ്ങനെയാണ് ശരിക്കും NCPയുടെ ഒരു NCPയുടെ പൊതുവെ പറയുകയാണെങ്കിൽ പ്രവർത്തകരുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾക്കുള്ളത് അവരെയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇയാളെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് കൊഴിഞ്ഞു പോയത്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയില്ല, പറയേണ്ട ആവശ്യമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. എങ്ങനെയാ മണ്ഡലത്തിലെ പൊതുപ്രവർത്തനം സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിക്കുന്നതാണ്? അതെ, ഈ മണ്ഡലത്തിന്റെ ഒരു സവിശേഷത നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി ഒരു ക്ലോക്ക് ചിഹ്നം, അതായത് NCPയുടെ യഥാർത്ഥ ചിഹ്നമായ ഒഫീഷ്യൽ ചിഹ്നമായ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് 2 തവണ MLA ആയി, 1 തവണ മന്ത്രിയായി, അങ്ങനെ 2 തവണ മന്ത്രിയായി ആളാണ് AK ശശീന്ദ്രൻ. ഈ കേന്ദ്രത്തിലുണ്ടായ പാർട്ടിയിലുണ്ടായ ഭിന്നിപ്പിനെ തുടർന്ന് കേരളത്തിലും ഇവർ ശരത് പവാറിൻ്റെ കൂടെ നിൽക്കുകയും അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ ആ പാർട്ടി ആഭ്യന്തര വിഷയമായതുകൊണ്ട് ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള PK ശശീന്ദ്രനെ അവിടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ആ ചിഹ്നം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി. അതിൻ്റെ പേരിലും പല തർക്കങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. മന്ത്രി ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആ ചിഹ്നം അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തു. അതിനെ ഞങ്ങൾ കൗണ്ടർ ചെയ്തു. ഞങ്ങളുടെ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾക്ക് കിട്ടിയ അപ്രൂവൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ്, ഒരു പോരാട്ടത്തിലൂടെയാണ് ഞങ്ങൾ ഈ ചിഹ്നം നേടിയെടുത്തത്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായി ആരോ ഓടി എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതിന്റെ പ്രതികളെ ഒന്നും കണ്ടുപിടിക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്കുള്ള ഡെപ്യൂട്ടി കളക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പ്രോസസ്സിങ്ങിലാണ്. അത് AK ശശീന്ദ്രൻ വിഭാഗം ആളുകളാണ് അത് തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് എന്നുള്ള ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മന്ത്രി പരാജയപ്പെടുന്നു തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ പരാജയപ്പെടുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ പെട്ട ഒരു മന്ത്രിയായിരിക്കും AK ശശീന്ദ്രൻ. കാരണം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ഒട്ടനവധി ടൂറിസം പദ്ധതികൾക്ക് അതുപോലുള്ള സാധാരണക്കാരായ മനുഷ്യർ ഒത്തിരി ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. അവിടെ നിന്നുള്ള ഞങ്ങൾ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ CPMകാരായാലും LDFന്റെ അനുഭാവികളായ ആളുകൾ പോലും PK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഈ മണ്ഡലത്തിൻ്റെ ഒരു പൾസ് എവിടേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും അദ്ദേഹം പരാജയപ്പെടും. ഞങ്ങളുടെ സ്ഥാനം 2 ആണോ 3 ആണോ എന്നുള്ളത് ഞങ്ങൾ എന്തായാലും അതിൻ്റെ പരിശോധനയിലാണ്. ആരുടെ സ്ഥാനം 2 ആണോ 3 ആണോ? ഞങ്ങൾ ജയിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇനി അഥവാ ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ പോലും 2ാം സ്ഥാനത്തേക്കും എത്തപ്പെടും എന്നുള്ള കാഴ്ചപ്പാടിലാണുള്ളത്. എലത്തൂർ മണ്ഡലത്തിലെ പോരാട്ടം ഏറ്റവും വീറുറ്റതാണെന്ന് ഇതോടെ വ്യക്തമാണ്. ഇടതു വലതു മുന്നണികൾക്കിടയിൽ 1ഓ 2ഓ സ്ഥാനത്തിനു വേണ്ടിയാണ് തങ്ങളുടെ മത്സരമെന്നാണ് NCP ദേശീയ നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. ആ അർത്ഥത്തിൽ പറയുമ്പോൾ മന്ത്രി പരാജയപ്പെടുമെന്ന് തന്നെയാണ് PK ശശീന്ദ്രൻ പറയുന്നത്.